ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. അതും മൈസൂർ പോകുന്ന ഒരു കുട്ടി വ്ളോഗ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. നമ്മളിന്ന് എന്തിനാണ് പോകുന്നതെന്ന് അറിയോ? അച്ചു ചേച്ചിനെ മൈസൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ. നിങ്ങൾക്ക് അച്ചു ചേച്ചിനെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അച്ചു ചേച്ചിനെ ഓർമ്മയുണ്ടാവും. ഇനി ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ചുമ്മാ ഒന്ന് പോയി കണ്ടിട്ട് പോരെ. അച്ചു ചേച്ചിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ചു ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ അമ്മ വീടാണ്. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെയാണ് നമ്മൾ മൈസൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റിക്സ് ഹോട്ടലിലാണ് പോകുന്നത്. അപ്പോൾ ഇവർ വണ്ടി എടുക്കാനും ഒപ്പം എന്നെ കൂട്ടാനും കൂടെ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ അമ്മ വീട്ടിലേക്ക് പോവാം. മുട്ടയില്ലാത്ത മുട്ടക്കറി എങ്ങനെ വെക്കുന്നത്? കറി വെക്കുന്ന പോലെ തന്നെ വെക്കാം. മുട്ട ഇടുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. മുട്ട അപ്പം സങ്കല്പത്തിൽ കാണുക. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ അങ്കിളിനെ പരിചയപ്പെടുത്തി തരാം. ഈ കടയിലേക്ക് സാധനം മേടിക്കാൻ കയറുന്നതാണ് എൻ്റെ അങ്കിള്. പക്ഷെ ഞാൻ ഫേസ് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ, ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ അമ്മ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇതേ ഗൈസ്, ഞാൻ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വിശാലമായ മുറ്റം. എങ്ങനെയുണ്ട്? നൈറ്റ് ആയതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല, അതേ ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ഇതേ ഗൈസ്, ഇതാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇനി വലിയ പരിപാടിയൊന്നുമില്ല. പോവുക, ഫുഡ് കഴിക്കുക, കുറച്ച് നേരം ഫോൺ നോണ്ടുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയി രാവിലെ വരാം. ചേരാ. അങ്ങനെ നേരം വെളുത്തു ഗൈസ്. എൻ്റെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? സത്യമായിട്ട് നേരം വെളുത്തു. കണ്ടോ? ടൈം കണ്ടോ? വിത്ത് പ്രൂഫ് നേരം വെളുത്തു. സത്യമായിട്ടു. ഞാൻ നേരത്തെ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി പോകാൻ സെറ്റായി. ഇനി പോയാൽ മതി. വീട്ടിലാണെങ്കിൽ 5 മണിയൊക്കെ കണ്ട കാലം മറന്നു. അതൊക്കെ എന്തേലാട്ടെ. അപ്പം നമുക്ക് നേരെ പോവാം മൈസൂരിലേക്ക്. അങ്ങനെ ഇതേ ഗൈസ്, ഞങ്ങൾ യാത്രയൊക്കെ പുറപ്പെട്ടു. ഇതേ ഗൈസ്, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇതേ ഗൈസ്, നേരമൊക്കെ പരപരാ വെളുത്ത് തുടങ്ങിയിരിക്കുന്നു. ഈ സമയമൊക്കെ കണ്ട കാലം ഞാൻ മറന്നു. അതെന്തേലും വട്ടെ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ എത്താൻ കുറേ ദൂരം ഉണ്ടല്ലോ, അപ്പോൾ കുറേ നേരം ഇങ്ങനെ പോകാനുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് തങ്കച്ചാശ്ശേരി വീട്ടിൽ കയറിയിട്ട് പോകണം. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ തങ്കച്ചാച്ചി ഒന്ന് വിളിച്ചാൽ അവിടെയാണ് വേഗം കയറി ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഇറങ്ങി. കയറുന്നതോ ഇറങ്ങുന്നതോ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതാണ് ഗൈസ് ഡോളിയമ്മ. തലയിൽ പുതപ്പിട്ടിരിക്കുന്നത് തണുത്തിട്ടാട്ടോ. ഡോളിയമ്മയുടെ മടി കിടക്കുന്നതാണ് ജോക്കുട്ടൻ. അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ.
വേഗം വിടടാ. എന്തിന് ദൈവമേ. ക്ലാസ്സിൽ നോക്കടാ ആ ക്ലാസ്സിൽ കൂടെ അങ്ങോട്ട് നോക്കാം. കണ്ടോ കുട്ടിയെ കുട്ടിയെ അപ്പുറത്ത് മണ്ണ് വാരി എറിയുന്നുണ്ടോ തണുക്കാൻ വേണ്ടിട്ട് ഈ മഴയത്തിന് ചൂടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പേരയ്ക്കയും നഷ്ടക്കച്ചവടത്തിൽ കുറച്ച് ഞാവൽപ്പഴവും മേടിച്ചു. അതിൽ പേരയ്ക്ക തിന്നുകൊണ്ട് ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് തിന്നാനായിട്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അപ്പവും മുട്ടക്കറിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറേ സൂര്യകാന്തിപ്പൂവും ജമന്തിപ്പൂവും ഒക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇത് നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ മൈസൂരിൽ എവിടെയോ എത്തിച്ചേർന്നിരിക്കുന്നു. യെസ് ഗൈസ്, ഇനി നമുക്ക് അച്ചു ചേച്ചീൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ നേരം ചുറ്റി വളഞ്ഞ് ഞങ്ങൾ അച്ചു ചേച്ചീൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഗൈസ്. ഇതിൻ്റെ ഏറ്റവും മണ്ടലത്തെ ഫ്ലോറിലാണ് അച്ചു ചേച്ചി ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതേ കേസ് ഇതാണ് ഇവിടുത്തെ വ്യൂ ഇപ്പോൾ. പക്ഷേ ഇത് രാത്രിയിലാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇനി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതേ ഗൈസ് ഞങ്ങളങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും വഴിയെ നമുക്ക് കാണാം. ഫസ്റ്റ് ഫുഡ് മുഖ്യം, അതുകൊണ്ട് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയി. അങ്ങനെ അവസാനം ഫുഡ് വന്നു. ഭയങ്കര പ്രതീക്ഷയിലിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഫുഡ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിവേസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൻ്റെ അങ്ങോട്ട് പോയി. എനിക്കും അങ്ങോട്ട് ആ ഫീൽ വന്നില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോൾ നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഗൈസ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മൾ മാളിലേക്കാണ് വന്നത്. എന്നാടി ഇത് സർക്കിളോ? പാർക്കിംഗ് അടിയിലാന്ന്. നീ നടന്നു കയറി വരണോ? ഭഗവതിയെ എന്റെ പോനാരെ അമ്മേ ചുമ്മാ ചുറ്റിങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതേ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ മാളിൽ കാല് കുത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിവിടെയാണ് ഗൈസ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്, ഓർത്ത് വെച്ചോ. അങ്ങനെ ഇതേ ഗൈസ് നമ്മളങ്ങനെ മാളിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാളാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏതോ ഒരു കടയിൽ കയറി. അവരവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ഇവിടെ നിന്ന് മേടിക്കാത്തതുകൊണ്ട് ഇങ്ങനെ മിറർ സെൽഫിയൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഒരുവിധം ചുറ്റിക്കറങ്ങി. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. യെസ് ഗൈസ്, താഴത്തെ പോലെ തന്നെ സെയിം ഒരു തുണിക്കിട കയറി അവിടെ ഫുള്ള് കറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ ഫ്ലോർ ഫുൾ ചുറ്റി മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ അവർ വേറെ ഏതോ കടയിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ തന്നെ ഈ ഫ്ലോർ ചുറ്റിക്കറങ്ങണം. അങ്ങനെ ഇപ്പം ഞാൻ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഒരു ചുറ്റിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഗൈസ് ഈ ഫ്ലോറിലാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏരിയ. ഇവിടെ കുറേ അധിക സാധനങ്ങളുണ്ട് ഗൈസ്, പിള്ളേർക്ക് കാണാനും കളിക്കാനും ഒക്കെ. പക്ഷേ എല്ലാത്തിനും നല്ല പൈസയാന്ന് മാത്രം. അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് ജോക്കുട്ടിനെ എവിടെയെങ്കിലും കയറ്റാതെ പോയാൽ അത് മോശമല്ലേ. അപ്പോൾ ജോക്കുട്ടിനെ ഇതിൻ്റെ അകത്ത് കയറി 2 റൗണ്ടൊക്കെ അടിച്ചു. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളിൽ അവന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഇതിലാണ് കയറിയത്. അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം അവന് പിന്നെയും വേറെ സാധനങ്ങൾ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് പോരുവാണ് കേസ്. അങ്ങനെ കുറച്ച് നേരം വാശി പിടിച്ചെങ്കിലും പിന്നെ ജോക്കുട്ടൻ വന്നു കേസ്. പിന്നെ ഇവിടെ വരെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോയാൽ അത് മോശമല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇത് നമ്മുടെ പിസ്സയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. കൊള്ളാം, നല്ല കളർഫുള്ളായിട്ടുണ്ട്. കളർഫുൾ മാത്രമല്ല കേസ്, കഴിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട സംഭവം. പക്ഷേ ഇവിടെ 2 പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പിസ്സ കൊള്ളാം. ബിരിയാണി പോയെങ്കിലും പിസ്സ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഷോപ്പ് കണ്ടു. അത് ഭയങ്കര എക്സ്പെൻസീവായ ഒരു ഷോപ്പാണോ എന്ന് ചോദിച്ചാൽ ആണ്.
എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അടിപൊളി സ്റ്റോറ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്നറിയാവോ? ഓ മൈ ഗോഡ്, ഹോട്ട് വീൽസ് ഉണ്ട്, RC കാറുകളുണ്ട്, സ്കുഷി ടോയ്സ് ഉണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് അതിനകത്ത് നിന്ന് കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല ഗൈസ്, ഇറങ്ങിപ്പോന്നു. പക്ഷെ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് മേടിക്കും ഗൈസ്, ശരിക്കും. അങ്ങനെ ഞങ്ങളുടെ മാളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ കാറിലേക്ക് പോവാം. അപ്പോൾ ഇത് കേസ് നമ്മളങ്ങനെ നമ്മുടെ റിക്സ് കൂട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാറിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ അടുത്തത് എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഈ വീഡിയോയ്ക്ക് ആവശ്യത്തിന് ലെങ്ത് ആയതുകൊണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് ഇടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മൈസൂർ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറെ ഒരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.